Hi, hello friends. Very welcome back to the channel. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പായസമാണ് നമ്മൾ ചെയ്തത്. കുറച്ച് വെറൈറ്റി ആയിട്ടൊരു പായസമാണ്. നമ്മുടെ പൈനാപ്പിൾ സേമിയ കൊണ്ടൊരു പായസമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുള്ളൂ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ കമന്റ്സ് ഒന്ന് ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ സേമിയ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അര പാക്കറ്റ് സേമിയ ഉണ്ട്. പിന്നെ നമ്മുടെ മിൽമയുടെ 1 ലിറ്റർ പാല്, നമ്മുടെ അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ, നമ്മുടെ അതിൻ്റെ കറുത്ത കുരു പോലത്തെ സംഭവം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചോപ്പ് ചെയ്ത പൈനാപ്പിൾ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം നെയ്യ് തന്നെ നമുക്ക് മതിയാവും. പിന്നെ വരുന്നത് നമ്മുടെ ഏലക്ക, പിന്നെ നമ്മുടെ കുങ്കുമപ്പൂ, ഇത് രണ്ടുമാണ്. കുങ്കുമപ്പൂക്കെ ഓപ്ഷനിലാണ്, ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബാക്കി ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ഷുഗറും കൂടെ വേണം. ഇതിൽ സാഗോ ചേർക്കണമെന്നുണ്ടെങ്കിൽ സാഗോ ചേർക്കാം, അതൊന്നും കുഴപ്പമില്ലെന്ന് ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നമുക്ക് 2-3 സ്പൂണൊക്കെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ വറക്കും, ജസ്റ്റ് ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റി ആ ചൂട് നെയ്യിൽ തന്നെ നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ സേമിയ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഗോൾഡൻ ബ്രൗൺ എല്ലാ വീഡിയോയിലും പറയുന്നൊരു സംഭവമാണ്. നമുക്ക് കുറച്ചൊന്ന് ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കളർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ എടുത്ത് മാറ്റാം. ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് എല്ലായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പാൻ വെച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ എത്രയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പാല് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തു കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അത്രയും പാല് നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഷുഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഷുഗർ ചേർക്കേണ്ട. ഞാനൊരു 3-4 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. കാരണം കുറച്ച് ഷുഗർ കുറച്ച് ഉപയോഗിക്കുന്നവർ നമ്മുടെ ഫാമിലിയിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഷുഗർ കുറച്ചെടുക്കുന്നത്, മധുരം കുറച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കലക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എൻ്റെ പാകത്തിനുള്ള ഷുഗർ ഓക്കെയാണ്, മധുരം ഓക്കെയാണ്. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ചൗവരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമപ്പൂ, അതൊന്നും നമ്മൾ ജസ്റ്റ് ഇതിനു വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. അതില്ലെന്ന് കരുതി നമ്മുടെ പായസത്തിന് ടേസ്റ്റിനൊരു കുറവൊന്നും വരുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ സേമിയ നമ്മുടെ പാലിൽ കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു സൈഡിൽ നടക്കുമ്പം തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് വേറൊരു ചെറിയ പരിപാടിയും കൂടെ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ സേമിയ പായസം അല്ലേ ഉള്ളൂ, നമുക്ക് പൈനാപ്പിൾ പായസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്ന് അതിൻ്റെ കറുത്ത കണ്ണ് പോലത്തെ സംഭവം അതൊക്കെ കുത്തിക്കളഞ്ഞ് നല്ല രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തനിയെ തന്നെ പൈനാപ്പിളിൽ നിന്ന് ആ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ മതി.
കാരണം ഇപ്പം നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അപ്പം പൈനാപ്പിൾ എന്നുള്ള ജ്യൂസ് തന്നെ അങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗർ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ഈ പൈനാപ്പിൾ ജ്യൂസുമായിട്ട് കിടന്ന് നല്ല മെൽറ്റായിട്ട് നമ്മുടെ പൈനാപ്പിൾ നല്ലതുപോലെ കാരമലൈസ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ 1 കപ്പ് ഷുഗറാണ് നമുക്ക് ആവശ്യം. ഷുഗറിൻ്റെ 1 കപ്പ് എന്ന് എൻ്റെ അളവിനാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും ഷുഗറും ഒക്കെ മെൽറ്റായിട്ട് നല്ലൊരു കാരമലൈസ്ഡ് ആയിട്ടിരിക്കും നമ്മുടെ പൈനാപ്പിൾ കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ പൈനാപ്പിൾ സ്മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ സ്മാഷ് ആയിക്കോളും. അതിന് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ പൈനാപ്പിൾ ഷുഗറൊക്കെ ആയിട്ട് മെൽറ്റായി വരുമ്പോൾ തന്നെ ഇതേപോലെ ഒന്ന് കുക്കായിട്ട് നല്ല മെൽറ്റായി വരുമ്പോൾ നല്ലൊരു കാരമലൈസ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് പൈനാപ്പിൾ ഇടയ്ക്ക് പായസത്തിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂ, 1 നുള്ള് കുങ്കുമപ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ പായസത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാരമലൈസ്ഡ് പൈനാപ്പിൾ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സേമിയയ്ക്ക് ഒഴിക്കുമ്പോൾ ഞാനിപ്പം ചൂടോടാണ് ഒഴിക്കുന്നത്. നല്ല തണുത്തിട്ട് ഒഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചൂടോടെ തന്നെ ഒഴിക്കുന്നത്. നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ നമ്മൾ പായസം തയ്യാറാക്കി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ പൈനാപ്പിൾ കാരമലൈസ് ചെയ്ത് ഒഴിക്കാൻ പാടുള്ളൂ. എങ്കിൽ നല്ലൊരു സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. ഞാനിപ്പം ചൂടോടെ ഒഴിക്കുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പായസം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ പൈനാപ്പിൾ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കാരമലൈസ് നമ്മുടെ പൈനാപ്പിൾ പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇതിൽ നമ്മുടെ സേമിയയിൽ ഒഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഏലക്ക ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞത് ശ്രദ്ധിക്കുക, തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത പൈനാപ്പിൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത്, പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുക നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിസ്ത ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്രത്തോളം റിച്ച്നെസ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് റിച്ച് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്തയോ ബദാമോ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രത്തോളം ഇത് റിച്ച് ആവും. അത്രയാണ് ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ചു വെച്ച് ഒന്ന് തണുക്കുമ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു പൈനാപ്പിൾ പായസം വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫാമിലിക്കും പിള്ളേർക്കും എല്ലാവർക്കും, നിങ്ങളുടെ ഇപ്പോൾ നെയ്ബേഴ്സിനൊന്നും കൊടുക്കാൻ പറ്റില്ല, എന്നാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ളവർക്ക് തന്നെ ഇതേപോലൊരു പൈനാപ്പിൾ പായസമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫാമിലിക്ക് കൊടുക്കുക. അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. നമ്മളൊരു കാര്യം പറയുന്നത്, ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചെയ്ത് നമുക്ക് അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കാനായിട്ട് ഹാൻഡ് മെയ്ഡാണ്. അപ്പം ഒരുപാട് എഫേർട്ട് എടുത്ത് ഇങ്ങനൊരു ഗിഫ്റ്റ് നമുക്ക് ചെയ്ത് അയച്ചു തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഫാമിലി മെമ്പർ കൂടെയാണ്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.